പറയുന്ന ആൾക്കാർക്കൊന്നും ഒന്നും ഒരു 5 പാട്ട് പാടാൻ പറഞ്ഞ പാട്ട് കഴിവിന്റെ അല്ല, കഴിവ് ഉള്ളവരെ നമുക്ക് താല്പര്യം ഉണ്ടോ നമ്മൾ പ്രോത്സാഹിപ്പിക്കാം. താല്പര്യം ഇല്ലേ കാണണ്ട. ഈ മതത്തിനെ കുറിച്ച് പറയാനും അതിനൊന്നും അധികാരമില്ല. സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാനുള്ള അധികാരം ആർക്കും ഇല്ല. നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങളെ ഫാമിലി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ മറ്റുള്ളവരെ നന്നാക്കുന്നതിന് പുറമെ നമ്മളെ ലൈഫിലെ ആദ്യം നമ്മളെ നന്നാക്കുക. ഞാൻ എന്നെ നന്നാക്കുക. ഞാൻ എന്നെ എടാ നീ ഇട്ട ഡ്രസ്സ് എന്ത് ഡ്രസ്സാണോ ഇത്, ഇങ്ങനെയാണോ ഡ്രസ്സ് ധരിക്കണ്ടേ എന്ന് പറയുന്നതിന് മുന്നേ ഞാൻ ആദ്യം എന്റെ ഡ്രസ്സുമേല് ഓക്കെ ആവണം. അല്ലെങ്കിൽ എന്റെ കൂടെ എന്റെ മക്കൾ നോക്കണം, എന്റെ ഹസ്ബൻഡ് നോക്കണം, എന്റെ വീട്ടിലെല്ലാവരും നോക്കണം. എന്നിട്ട് ഞാൻ പുറത്ത് പറയാവൂ, പുറത്തുള്ളവർ നോക്കാവൂ. ഞാൻ ആ ഒരു കൺസെപ്റ്റിൽ ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരാളെ കേസിലും ഇടപെടാൻ പോകാറില്ലല്ലോ, ഒരാളെ കേസിൽ ഇടപെടാൻ പോകാറില്ല. എനിക്ക് എന്റെ കേസിൽ എനിക്ക് ബോധമുണ്ട്. മീൻസ് എനിക്കിപ്പോ പഠിച്ചോന്ന് വിചാരിച്ചിട്ട് എനിക്കറിയാം. എനിക്ക് ഇതൊന്നും ഇപ്പൊ നമ്മളിപ്പോ ഇതിൽ സംസാരിക്കേണ്ട കേസല്ല. എന്നാലും ഞാൻ പറയാ, എനിക്കറിയാം എന്നെ കുറിച്ച്. ഞാൻ ചെയ്യുന്ന തെറ്റാണ്. ഞാനിപ്പോ ഇപ്പം ഇവിടെ ക്യാമറ എടുക്കുന്ന ചേട്ടൻ, ആ ചേട്ടനോട് ഞാൻ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് എനിക്കറിയാം. ആ ചേട്ടനോട് ഞാൻ ഈ റോങ്ങിൽ സംസാരിക്കുകയാണ്, എനിക്ക് ഇന്ന കാര്യങ്ങൾ ഞാൻ സംസാരിച്ചാൽ അത് റോങ് ആണ് എന്നുള്ള സ്വബോധം എനിക്കുണ്ട്. അതെന്റെ വസ്ത്രധാരണയിലുണ്ട്, എന്റെ രീതിയിൽ, എന്റെ പ്രവർത്തനത്തിലുണ്ട്, എന്റെ സംസാര രീതിയിലുണ്ട്. അതുകൊണ്ട് പിന്നെ എനിക്ക് ആരെ പേടിക്കണ്ടേ? എനിക്കത് അറിയില്ല, എനിക്കെന്ന ബോധം വേണം, എനിക്ക് പക്വതല്ലാന്ന്. ആ ബോധം ഉണ്ടാകുമ്പോഴേ ഞാൻ മറ്റൊരാളെ ഞാൻ അത് സജസ്റ്റ് ചെയ്യാൻ എന്താ ഒന്ന് അഭിപ്രായം ഒന്ന് പറയാവോ എന്ന് ഞാൻ ചോദിക്കുള്ളൂ. എനിക്ക് ബോധമുണ്ട്. എനിക്ക് 29 വയസ്സുണ്ട്. ഈ വരുന്ന ഒക്ടോബർ ആയി എനിക്ക് 30 വയസ്സാവും. അപ്പൊ എനിക്ക് എന്തെങ്കിലും അറിവില്ലായ്മത്തെ കാര്യങ്ങൾ ഞാൻ ചോദിക്കും. എന്റെ ഹസ്ബൻഡിനോട് ചോദിക്കേണ്ടതൊന്നും എന്റെ വലിയ തീരുമാനങ്ങളൊന്നും ഞാൻ എടുക്കാറില്ല. എന്റെ ഡ്രസ്സിങ്ങിൽ ഞാൻ ഇടുന്ന പ്രോഗ്രാമിലൊക്കെ ഇടുന്ന കോസ്റ്റ്യൂം ആയിക്കോട്ടെ, അതൊക്കെ എന്റെ ഹസ്ബൻഡും ഞാനും കൂടെ പോയി സെലക്ട് ചെയ്ത് ഷോളും രീതിയും ഒക്കെ. മൂപ്പർക്കും അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ധാരണയിൽ എത്തിയിട്ട് തന്നെയാണ് ഒക്കെ ചെയ്യാറ്. അങ്ങനെയാണ് മൂപ്പർക്ക് നമുക്ക് ആരെ ബോധ്യപ്പെടുത്തണ്ടേ? നമ്മളെ വീട്ടുകാരല്ലേ ബോധ്യപ്പെടുത്തണ്ടേ? നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കാര്യമുണ്ട്, ഇല്ല എന്നല്ല, കുറച്ചൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തണം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളർന്ന രീതിയും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാല് പെരിയമ്പലം പുളിക്കല് അങ്ങാടിയിലാണ്. ചെറുപ്പത്തിലേ നമ്മളൊക്കെ ഷോപ്പിൽ പോണ സാധനം മേടിക്കണേ, അങ്ങനെ നമ്മളെ കണ്ട ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ആ ആളുകളോടൊക്കെ നമ്മൾ കുറച്ചൊക്കെ നമ്മള് മാന്യമായിട്ട് നമ്മളെ രീതിയിലൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ ഇസ്ലാമികപരമായിട്ടൊക്കെ, അതിലൊന്നും ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും വരെ ഉണ്ടാക്കിയിട്ടില്ല. എന്റെ വിശ്വാസമാണ്. ഇനിയിപ്പോ അവർക്കത് ഞാൻ നിൽക്കുന്ന രീതി പ്രയാസമായി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഓരോതായിട്ടുള്ള മൈൻഡ്, ഓരോ ചിന്താഗതിക്കുള്ള പ്രശ്നമാണ്. എനിക്കങ്ങനെ പ്രശ്നമില്ല അത്. ഓക്കെ. അപ്പോ ഈ മൂവിയിൽ ചാൻസ് വന്ന സമയത്ത് പണ്ട് തള്ളി പറഞ്ഞ ആരെങ്കിലും പിന്നെ അത് കൊള്ളാം, ഒന്ന് വലിയ ആളെ അങ്ങനെ പറഞ്ഞ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ലൈഫില്? പണ്ട് തള്ളി പറഞ്ഞ ആളുകളൊക്കെ മീൻസ് മൈൻഡ് ചെയ്യാണ്ട് നമ്മളെ പ്രോഗ്രാമിന് വിളിക്കാത്തതും അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതൊക്കെ സ്വാഭാവികമാണ് ഈ ഫീൽഡില്. അതായത് ഇപ്പൊ ഞാൻ പണ്ട് എന്റെ ചിലപ്പോ കോസ്റ്റ്യൂമില് നമ്മളതായിട്ടുള്ള ശൈലി ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാവും. ഇപ്പൊ നമ്മളിങ്ങനെ മാറുന്നതിനനുസരിച്ച് എവിടെയും കൊണ്ടുപോയി വെക്കാം എന്ന് തോന്നുന്നവരുണ്ടാവും. ഓരോടും ആരോടും നമുക്ക് ഒരു പരിഭവവും ഇല്ല. കാരണം ഓരൊക്കെയാണ് നമ്മളിങ്ങനെ ആക്കിയത്.